ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു റോസ് വിടരാൻ പോകുന്നു എന്നറിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണ് ഇവര്. നല്ല മഴയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വന്നൊരു ഫ്ലോർ ആയിരുന്നു കേട്ടോ അത്. ഇതൊന്ന് വിടർന്നിട്ട് വേണം ഒരു വീഡിയോ എടുക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നിരുന്നാലും എനിക്ക് രാവിലെ ഒന്നും വന്ന് നോക്കാൻ പറ്റിയില്ല. ഒരു ഈവനിങ് ടൈം ആയപ്പോഴാണ് എനിക്ക് ചെടിയുടെ അടുത്തേക്ക് വരാൻ പറ്റിയത്. അത്യാവശ്യം നല്ല വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. കഴുത്തിൻ്റെ ഞെരുമ്പിനുണ്ടല്ലോ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനോ കുനിയാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഡ്യൂട്ടി ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. അതൊക്കെ പോട്ടെ. ഇവൻ തന്നെയല്ല കേട്ടോ, ഇവൻ്റെ തൊട്ടടുത്തൊരു ഈച്ച ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൂവിൽ വെള്ളം വീണിട്ട് അത് ചീഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടും കൂടി ഇരിക്കുമല്ലോ, അപ്പോൾ ഈ ചീയലിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്നിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ റോസിൻ്റെ മേളിൽ ഈച്ചയൊന്നും വന്നിരിക്കാറില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്ന് ഞാൻ കണ്ടത് എന്നേക്കാൾ മുന്നേ വന്ന് സ്ഥാനം ഉറപ്പിച്ച ഇവനാണ് കേട്ടോ. ദിവസവും വെള്ളം ഒഴിച്ച് വളം കൊടുത്ത് അതിനെ പരിപാലിച്ചുകൊണ്ട് വന്ന നമ്മൾ ആരായിപ്പോയല്ലേ. ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ റോസ് പ്ലാന്റ് അല്ലെങ്കിൽ എനി പ്ലാന്റ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ദിവസവും നമ്മൾ അതിൻ്റെ അടുത്തൊന്ന് പോവുകയും നോക്കുകയൊക്കെ വേണം കേട്ടോ. ഇവരെ തുരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നല്ലൊരു പെസ്റ്റിസൈഡ് കൊടുക്കുക, ഇൻസെക്ടിസൈഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഫംഗൽ ഇഷ്യൂസ്, നമുക്ക് ഈ മഴക്കാലത്ത് എപ്പോഴും റോസിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് കൊഴിഞ്ഞൊക്കെ പോകുമല്ലോ. അപ്പം നല്ലൊരു ഫംഗിസൈഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം ഈ മഴയത്ത് എങ്ങനെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour ടൈം നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. ഒരു മരുന്നടിച്ച് ഒരു 1 hour ടൈം മഴ വരാതെ കൊണ്ട് ചെടിയിൽ അത് നിന്നാൽ തന്നെയും അതിൻ്റെതായ ഒരു ഗുണം അതിന് കിട്ടും. അത് കഴിഞ്ഞ് മഴ വരുമോ എന്നാന്ന് വെച്ചാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് തുരുത്താനായിട്ട് പറ്റും കേട്ടോ. കൂടുതൽ റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.